ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ചിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. രാവിലെ നമ്മൾ ഇന്ന് അരിപ്പത്തിരിയും മുട്ടക്കറിയുമാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. മാവ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത മുട്ട അവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പി വെച്ച് ചൂടാക്കി ഉള്ളിക്കറി വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടി ഓൺലൈനിൽ നിന്നൊരു ഓയിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം കിട്ടിയായിരുന്നു. 130 രൂപയ്ക്ക് 2 ബോട്ടിൽ കിട്ടിയായിരുന്നു. നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചേക്കുവാണ്. നമുക്ക് ഉള്ളിക്കറി വയ്ക്കാം. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, ഇങ്ങനെ അടച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ കണ്ടോ. എന്നിട്ടിങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഓയിൽ. ഉള്ളിക്കറിക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് എണ്ണയോട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വരേണ്ടി വരാം. അതിലേക്ക് ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഉപ്പും കൂടി ആഡ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞെന്ന് കരുതുന്നു. ഉള്ളി അവിടെ ഇരുന്ന് വഴറ്റുന്നതിലേക്ക് നമുക്ക് മുട്ടയുടെ ഉണ്ട്. മുട്ട കൈസ് ഒരെണ്ണം പൊട്ടി കൈസ്. നമുക്ക് മുട്ടയുടെ തോടിളക്കിയിട്ട് വരും. നമ്മൾ മുട്ടയുടെ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു മുട്ട 2 ഭാഗമായിപ്പോയി. തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തെറ്റിപ്പോയി. നമ്മൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി, ഒരു മീഡിയം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഇളക്കി നല്ല സെറ്റാക്കി യോജിപ്പിച്ച് തക്കാളിയും കൂടെ നല്ലപോലെ വഴണ്ട് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉള്ളിയും തക്കാളിയും വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പത്തിരിക്കുള്ള മാവ് എന്നെ മാടി വിളിക്കുന്നു. അരിപ്പത്തിരി ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കിയിട്ട് വേണം അരിപ്പത്തിരി ഉണ്ടാക്കാൻ. ഇവിടെ കുക്കുമോൾ ഉറക്കമാണ്. അല്ലു പള്ളി മദ്രസയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. രാവിലെ മദ്രസയിൽ പോയി 6:15 ഞാനാണ് കൊണ്ടാക്കിയത്. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ തക്കാളി ഈ ഉള്ളിയോട് നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള പൊടികൾ: മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് അളവൊന്നുമില്ല. അവരവരെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ പച്ചമണം മാറുന്ന നേരം ഒന്ന് തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ഉള്ളിക്കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിങ്ങനെ ഉള്ളിക്കറി ഉണ്ടാക്കാൻ അറിയാവുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഉള്ളിയുടെ മസാലകളെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ശകലം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ മുട്ടക്കറിയിൽ ഒഴിച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 മുട്ട ആഡ് ചെയ്യുള്ളൂ. കുക്കുമോള് കറിയിലിട്ടാൽ മുട്ട കഴിക്കൂല. കുക്കുമോള് കറി കൂട്ടൂല, അതുകൊണ്ട് കറിയിലിട്ട മുട്ട കഴിക്കൂല. അതുകൊണ്ട് കുക്കുമോള മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത്തി കൂടെ ഗ്രേവി ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അരിപ്പത്തിരി പരത്താം. അല്ല ഗൈസ്, ഞാനും എല്ലാം കൂടെ പോയി നമ്മൾ ആട്ടിൻ്റെ മണിക്കുട്ടിയുടെ പാല് കറന്നുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആട്ടിനെയൊക്കെ ഒരു ദിവസം ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഗൈസ്. ആട്ടിൻ്റെ പാല് കറന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ അരിപ്പത്തിരി പരത്താൻ പോകണം. അതിന് വേണ്ടി ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി പലകയുടെ ഇത് വെച്ചെല്ലാം ഉണ്ടാക്കുന്ന ഒരു PVC പൈപ്പ് മുറിച്ചെടുത്ത് അത് വെച്ചാണ് നമ്മൾ പരത്തുന്നത്. പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ബോളാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ആക്കി ചെറുതായിട്ടൊന്ന് പരത്തിയിലേക്ക് അരിപ്പൊടിയിട്ട് മുക്കിയെടുക്കുക. നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ലെവലൊന്നും ഇല്ല, ഇത്രയൊക്കെ ലെവലേ വരുള്ളൂ. ഇനി ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അരിപ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ അരിപ്പത്തിരി ഫസ്റ്റ് ചുട്ടിട്ട് വേണം. നമ്മൾ അരിപ്പത്തിരി പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടോ, പൊങ്ങി കയറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിപ്പത്തിരി കണ്ടു ഗൈസ്, റെഡി ആയിട്ടുണ്ട്. കണ്ടു, അരിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ചായ ഇവിടെ റെഡിയാകുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.